വെൽക്കം ടു PSCQ&A. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും കൂടുതലായി കാണുന്ന മണ്ണിനമേത്? എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും കൂടുതലായി കാണുന്ന മണ്ണിനം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിനമേത്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിനം എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. അടുത്ത ചോദ്യം നോക്കാം. ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണിനമേത്? ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്നതാണ്. സുന്ദരി വൃക്ഷങ്ങൾ കാണപ്പെടുന്നത് എവിടെ? സുന്ദരി വൃക്ഷങ്ങൾ കാണപ്പെടുന്നത് സുന്ദർബൻ ഡെൽറ്റയിലാണ്. സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്താണ് സുന്ദരി വൃക്ഷങ്ങൾ കാണപ്പെടുന്നത്. അഞ്ചാമത്തെ ചോദ്യം, കായാന്തരിത ശിലകളും ആഗ്നേയ ശിലകളും പൊടിഞ്ഞ് രൂപമെടുക്കൊള്ളുന്ന മണ്ണിനം? ഉത്തരം ചെമ്മണ്ണ്. ചെമ്മണ്ണാണ് കായാന്തരിത ശിലകളും ആഗ്നേയ ശിലകളും പൊടിഞ്ഞ് രൂപം കൊള്ളുന്നത്. ആറാമത്തെ ചോദ്യം, ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്ന ഘടകം? ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്ന ഘടകം ഇരുമ്പാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം? ഉത്തരം ഓപ്ഷൻ ബി, ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം. അടുത്ത ചോദ്യം, ലോഹധാതുവിന് ഉദാഹരണം? താഴെ തന്നതിൽ ലോഹധാതുവിന് ഉദാഹരണം ഇരുമ്പയിര്. ഇരുമ്പയിര് ലോഹധാതുവിന് ഉദാഹരണമാണ്. ഒമ്പതാമത്തെ ചോദ്യം, ഓൾ ഇന്ത്യ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ, റാഞ്ചി. റാഞ്ചിയിലാണ് ഓൾ ഇന്ത്യ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേയുടെ ആസ്ഥാനം. പത്താമത്തെ ചോദ്യം, കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് യോജിച്ച ചതുപ്പുകളിലെ മണ്ണിനമേത്? ഉത്തരം പീറ്റ് മണ്ണ്. പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് യോജിച്ച മണ്ണ്. 11ാമത്തെ ചോദ്യം നോക്കാം. രാജസ്ഥാനിലും ഹരിയാനയിലും കാണപ്പെടുന്ന പ്രധാന സസ്യജാലം? ഓപ്ഷൻ സി, മുൾച്ചെടികളും കുറ്റിക്കാടുകളും. രാജസ്ഥാനിലും ഹരിയാനയിലും കാണപ്പെടുന്ന പ്രധാന സസ്യജാലമാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. 12ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് എക്കൽ മണ്ണ്? 40%. 40%മാണ് ഇന്ത്യയുടെ വിസ്തൃതിയിൽ എക്കൽ മണ്ണ് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. എല്ലാത്തരം കൃഷിക്കും അനുയോജ്യമായ മണ്ണിനമേത്? എല്ലാത്തരം കൃഷിക്കും അനുയോജ്യമായ മണ്ണിനമാണ് എക്കൽ മണ്ണ്. അടുത്ത ചോദ്യം, ഉത്തരേന്ത്യൻ സമതലത്തിലെ എക്കൽ മണ്ണിനെ എത്രയായി തരംതിരിക്കാം? ഉത്തരേന്ത്യൻ സമതലത്തിലെ എക്കൽ മണ്ണിനെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. ഉത്തരേന്ത്യൻ സമതലത്തിലെ 2 തരം എക്കൽ മണ്ണാണ് ഖാദറും ബംഗാറും. ഖാദർ പുതിയ എക്കൽ മണ്ണും ബംഗാറ് പഴയ എക്കൽ മണ്ണുമാണ്. ഉഷ്ണമേഖല പത്രപാതി വനങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഉഷ്ണമേഖല പത്രപാതി വനങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് മൺസൂൺ വനങ്ങളാണ്. മൺസൂൺ വനങ്ങൾ. 16ാമത്തെ ചോദ്യം, ജലാംശം തീരെ ഇല്ലാത്ത മണ്ണിനമേത്? താഴെ തന്നിട്ടുള്ളവയിൽ ജലാംശം തീരെ ഇല്ലാത്ത മണ്ണിനം മരുഭൂമിയിലെ മണ്ണ്. മരുഭൂമിയിലെ മണ്ണാണ് ജലാംശം തീരെയില്ലാത്ത മണ്ണ്. താഴെ തന്നിട്ടുള്ളവയിൽ ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ കാണപ്പെടാത്തത് ഏത്? താഴെ തന്നിട്ടുള്ളവയിൽ ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ കാണപ്പെടാത്തത് സാലാണ്. ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ കാണപ്പെടുന്നത് മഹാഗണി, ഏബണി, വീട്ടി. ഇവ ഉഷ്ണമേഖല മഴക്കാടുകളിൽ കാണപ്പെടുന്നു. അടുത്ത ചോദ്യം, ഭിലായ് ഉരുക്കു നിർമ്മാണശാല ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് ആരംഭിച്ചത്? റഷ്യയുടെ സഹായത്തോടെയാണ് ആരംഭിച്ചത്. ഭിലായ് ഉരുക്കു നിർമ്മാണശാല റഷ്യയുടെ സഹായത്തോടെയാണ് ആരംഭിച്ചത്. അടുത്ത ചോദ്യം, പഴങ്ങളും പുഷ്പങ്ങളും കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടിക്കൾച്ചർ. പഴങ്ങളും പുഷ്പങ്ങളും കൃഷി ചെയ്യുന്ന രീതി ഹോർട്ടിക്കൾച്ചർ. താഴെ തന്നിട്ടുള്ളവയിൽ ഒരു നാരുവിള? പരുത്തി ഒരു നാരുവിളയാണ്. താഴെ തന്നിട്ടുള്ളവയിൽ നാരുവിള പരുത്തിയാണ്. അടുത്ത ചോദ്യം, ആർട്ടിക് മേഖലയിൽ കാണപ്പെടുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണ്? പോട്ട്സോലോ മണ്ണ്. പോട്ട്സോലോ മണ്ണാണ് ആർട്ടിക് മേഖലയിൽ കാണപ്പെടുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണ്. ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോൾ? ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് 10 വർഷം കൂടുമ്പോഴാണ്. അടുത്ത സെൻസസ് നടത്തുന്നത് 2027. അടുത്ത ചോദ്യം, തുടർച്ചയായി ഒരേ വിള കൃഷി ചെയ്യുമ്പോൾ മണ്ണിന് നഷ്ടമാകുന്ന പോഷകങ്ങളെ വീണ്ടെടുക്കുന്നതിന് അവലംബിക്കുന്ന കൃഷിരീതി? ആ കൃഷിരീതിയാണ് വിള പരിവൃത്തി. വിള പരിവൃത്തിയാണ് തുടർച്ചയായി ഒരേ വിള കൃഷി ചെയ്യുമ്പോൾ മണ്ണിന് നഷ്ടമാകുന്ന പോഷകങ്ങളെ വീണ്ടെടുക്കുന്നതിന് അവലംബിക്കുന്ന കൃഷിരീതിയാണ് വിള പരിവൃത്തി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തെക്കേ അറ്റം ഏത്? ഇന്ത്യയുടെ തെക്കേ അറ്റം കന്യാകുമാരിയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം കന്യാകുമാരി. അടുത്ത ചോദ്യം നോക്കാം. ഹിമാലയത്തിലെ ഉയർന്ന കൊടുമുടികൾ കാണപ്പെടുന്നത് എവിടെ? ഹിമാലയത്തിലെ ഉയർന്ന കൊടുമുടികൾ കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. ഹിമാലയത്തിലെ ഉയർന്ന കൊടുമുടികൾ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഡെറാഡൂൺ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് ഡെറാഡൂൺ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ജോഗ്രഫിയിലെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 26 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.